സ്ക്രീൻ എല്ലാവർക്കും വിസിബിൾ ആണല്ലോ അല്ലേ? റോഡ്രിഗസ് ഫോർമുല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതിന്റെ പ്രൂഫാണ് എഴുതാൻ പോണേ. നിങ്ങൾ പറ്റുന്ന ഒരു ഇതിൽ തന്നെ എഴുതിക്കോളൂ ഇപ്പൊ തന്നെ നോട്ട്ബുക്കിൽ. പ്രൂഫ് ഓഫ് റോഡ്രിഗസ് ഫോർമുല എന്ന് എഴുതാം. അപ്പം റോഡ്രിഗസ് ഫോർമുല ആണ് Pn of x equal to 1 by 2 power n factorial nth derivative of x square minus 1 whole raised to n. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ nth ഡെറിവേറ്റീവ് ഓഫ് x സ്ക്വയർ മൈനസ് 1 ഹോൾ റേസ്ഡ് ടു 1 ആണ് വേണ്ടത്. സോ വി ടേക്ക് ഇവിടെ നമ്മൾ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാണ്. പ്രൂഫ്, സോ ലെറ്റ് us take y equal to ഈ ടേം എടുക്കുക, x സ്ക്വയർ മൈനസ് 1 ഹോൾ റേസ്ഡ് ടു n, y എടുക്കുക. ഓക്കെ, now we will find y dash, its first derivative. നമുക്കറിയാം y dash is equal to എന്താണ് സാധാ ഡെറിവേറ്റീവ്. സോ n into x square minus 1 whole raised to n minus 1 into derivative of x square minus 1, so it is 2x. x square minus 1 whole raised to n minus 1 നെ നമുക്ക് x square minus 1 ഇങ്ങനെ എഴുതാം, 2nx x square minus 1 whole raised to n divided by x square minus 1 എന്ന് എഴുതാം. ഒരു x square minus 1 ഡിനോമിനേറ്ററിൽ എടുത്തു. എന്നിട്ട് അതിനെ ഞാൻ LHS കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ ദിസ് implies y dash into x square minus 1 is equal to 2nx into x square minus 1 whole raised to n. x square minus 1 whole raised to n എന്ന് പറയുന്നത് നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ആസ് y ആണ്. അപ്പൊ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് ബിക്കം x square minus 1 എന്നുള്ള ടേം ഞാൻ മുന്നേ എഴുതുന്നു. സോ x square minus 1 into y dash, ഈ ടേമിനെ ഞാൻ LHSലേക്ക് എടുക്കുന്നു. സോ മൈനസ് 2nx y equal to 0. Mark it as equation number 1. ഇതുവരെ എല്ലാവരുടെയും ക്ലിയർ ആയോ? x square minus 1 whole raised to n നെ നമ്മൾ y എന്ന് റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടി. ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്തു. ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടത്. അപ്പൊ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ആണ് x square minus 1 into y dash minus 2nxy equal to 0. Clear ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ക്ലിയർ ആണ്. അത് ജോയിൻ ചെയ്തിട്ടുണ്ട്. 1 സെക്കൻഡ്. ഇനി നമ്മള് nth ഡെറിവേറ്റീവിന്റെ ഫോർമുല ഡിഗ്രിക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മള് ബ്രാക്കറ്റിൽ എഴുതാം
nth ഡെറിവേറ്റീവ് ഓഫ് പ്രൊഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻ ആണ് വിചാരിക്കുക യു വി. അപ്പൊ നമ്മൾ അതിന്റെ ഒരെണ്ണം ഫസ്റ്റ് ഫംഗ്ഷനും ഒരു സെക്കൻഡ് ഫംഗ്ഷനുമായിട്ട് എടുക്കും. അപ്പൊ അതിന്റെ nth ഡെറിവേറ്റീവ് ആണ് കാണുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇതിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ nth ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് നമ്മൾ യു കാണും. ഇവിടെ ഡി റെപ്രസെന്റ് ഡെറിവേറ്റീവ്. ഓക്കെ, സോ nth ഡെറിവേറ്റീവ് ഓഫ് യു ഇൻറ്റു നമ്മൾ വി ചെയ്യും. ഓക്കെ, പ്ലസ് അടുത്തത് എന്താ ഫോർമുല ഓർമ്മയുണ്ടോ? പ്ലസ് അടുത്തത് NC1. ഓക്കെ, ഇവിടെ n-1th ഡെറിവേറ്റീവ് ഓഫ് യു നൗ n-1th ഡെറിവേറ്റീവ് ഓഫ് യു ഇൻറ്റു വിയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് പ്ലസ് അടുത്തത് എന്താ NC2 n-2th ഡെറിവേറ്റീവ് ഓഫ് യുന്റെ n-2 ഇവിടെ ഡെറിവേറ്റീവ് കുറഞ്ഞുകൊണ്ട് പോവും, അവിടെ കൂടിക്കൊണ്ട് പോവും, വിയുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് പ്ലസ് എക്സെട്ര. ലാസ്റ്റ് ടേം എന്താണ്? NC1 NC2 ലാസ്റ്റ് ടേം NCN എന്ന് പറഞ്ഞാൽ 1 ആണ്. n-2 ഡെറിവേറ്റീവ് സെക്കൻഡ് ടേമിൽ n-2 ഡെറിവേറ്റീവ് ലാസ്റ്റ് ടൈമിൽ nth ഡെറിവേറ്റീവ് ഓഫ് യു എന്ന് വരും. n-n എന്ന് പറഞ്ഞാൽ d⁻0, അപ്പൊ ഡെറിവേറ്റീവ് ഒന്നുമില്ല. അപ്പൊ യു ഇൻറ്റു വിയുടെ എന്താവും? വിയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തു, സെക്കൻഡ് ഡെറിവേറ്റീവ്, അങ്ങനെ അങ്ങനെ കൂടി കൂടി nth ഡെറിവേറ്റീവ് ആവും. സോ nth ഡെറിവേറ്റീവ് ഓഫ് വി. ഈ ഫോർമുല എല്ലാവർക്കും അറിയോ? ഹലോ, ഇത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടോ ഈ ഫോർമുല? ഹലോ, കേൾക്കുന്നില്ലേ നിങ്ങൾക്ക്? അപ്പൊ ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടോ എന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. ഹലോ, ഈ ഫോർമുല നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് മിസ്, പക്ഷെ യൂസ് ഓക്കെ. അപ്പൊ നമ്മളിത് ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ചെയ്യുന്നത്? ഡി റെപ്രസെന്റ് ഡെറിവേറ്റീവ് nth ഡെറിവേറ്റീവ് ഓഫ് പ്രൊഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് ആണ്. രണ്ടും വേരിയബിൾ ഫംഗ്ഷൻസ് ആണ്, കോൺസ്റ്റന്റ് ഒന്നല്ല. സോ യു ഇൻറ്റു വി ആണെങ്കിൽ നമ്മളൊരു ഫംഗ്ഷനെ യു ആയിട്ടും ഒരെണ്ണം വി ആയിട്ടും എടുക്കും. പിന്നെ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? nth ഡെറിവേറ്റീവ് ഓഫ് യുടെ ആദ്യം nth ഡെറിവേറ്റീവ് കാണും ഇൻറ്റു വി പ്ലസ് ഇനി യുടെ ഡെറിവേറ്റീവ് കുറഞ്ഞുകൊണ്ട് വരും, n-1th ഡെറിവേറ്റീവ് ഓഫ് വിയുടെ അടുത്ത ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഓക്കെ, പ്ലസ് NC2 n-2th ഡെറിവേറ്റീവ് ഓഫ് വിയുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് പ്ലസ് എക്സെട്ര. അങ്ങനെ ലാസ്റ്റ് വരുമ്പോ NCN ആണ്. NCN is 1, n-nth ഡെറിവേറ്റീവ് ഓഫ് അപ്പൊ അവിടെ 0 ഡെറിവേറ്റീവ് ആണ്, അപ്പൊ യു തന്നെയാ ഫംഗ്ഷൻ. ആൻഡ് വിയുടെ ഡെറിവേറ്റീവ് കൂടി കൂടി nth ഡെറിവേറ്റീവ് ഓഫ് വി. ഇതാണ് നമ്മുടെ ഫോർമുല. ഇതിനെ നമ്മൾ ലെബനിറ്റ്സ് തിയറം എന്നാണ് പറയാം. ഓക്കെ, സോ ഈ ഫോർമുല എല്ലാവരും എഴുതി കഴിഞ്ഞാൽ താഴെ എഴുതുക യൂസിങ് ലെബനിറ്റ്സ് തിയറം. ലെബനിറ്റ്സ് തിയറം we take n+1th ഡെറിവേറ്റീവ്. ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്നത് we take n+1th ഡെറിവേറ്റീവ് ഓഫ് ഇക്വേഷൻ 1. ഇക്വേഷൻ 1 നമ്മൾ n+1th ഡെറിവേറ്റീവ് ആണ് എടുക്കാൻ പോണേ. അപ്പൊ അവിടെ നമുക്ക് ഒരു ഫംഗ്ഷൻ ഇവിടെ പ്രൊഡക്റ്റ് ആണല്ലോ, ഒരെണ്ണം യുവും വിയും ആയിട്ട് എടുക്കണം. ബ്രാക്കറ്റിൽ നോട്ട് ചെയ്തിട്ടുള്ളൂ. യു നമ്മള് y ഡാഷ് ആയിട്ട് എടുക്കും, v എന്ന് പറയുന്നത് x² - 1 ആയിട്ട് എടുക്കും. ഇവിടെ nth ഡെറിവേറ്റീവിന്റെ ഫോർമുല നമ്മൾ എടുക്കാൻ പോകുന്നത് n+1th ഡെറിവേറ്റീവ് ഓഫ് ഇക്വേഷൻ 1. അപ്പൊ എന്നിന് പകരം n+1 ആണ് എടുക്കേണ്ടത്. യുവും വിയും എന്താന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ v ഇൻറ്റു v നമ്മൾ x² - 1 അടുത്ത് ഈ സ്റ്റെപ്പ് ശ്രദ്ധിച്ചോളൂ, എന്നിട്ട് എഴുതാം. സോ x² - 1 അങ്ങനെ തന്നെ എഴുതുക, v അങ്ങനെ എഴുതി. പിന്നെ nth ഡെറിവേറ്റീവ് ഓഫ് ഇവിടെ നമുക്ക് വേണ്ടത് n+1th ഡെറിവേറ്റീവ് ഓഫ് യു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എടുക്കുന്നത് y ഡാഷ് ആണ്. ഇവിടെ ഈ ടേം ആണല്ലോ. y ഡാഷിന്റെ n+1th ഡെറിവേറ്റീവ് എന്തായിരിക്കും?
y ഡാഷിന്റെ n+1th ഡെറിവേറ്റീവ് നമുക്ക് എങ്ങനെ വിളിക്കാം? y ഡാഷിന്റെ n+1th ഡെറിവേറ്റീവിനെ എന്താ നമ്മൾ പറയാ? എങ്ങനെ ഡിനോട്ട് ചെയ്യാം നമുക്ക്? ഹലോ, ഹലോ സ്റ്റുഡൻസ്, നിങ്ങളോടാണ് ചോദിക്കുന്നത്. y ഡാഷിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താ? y ഡബിൾ ഡാഷ് വരും. y ഡാഷിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് y ഡബിൾ ഡാഷ്. അതിന് അടുത്ത y ഡാഷിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്ത y ട്രിപ്പിൾ ഡാഷ്. അങ്ങനെ y ഡാഷിന്റെ n+1 ഡെറിവേറ്റീവ് y n+2 വരും. ഓക്കെ, അപ്പൊ y n+2 വരും. അപ്പൊ നമ്മൾ ഈ ടേം എഴുതി, ഫസ്റ്റ് ടേം എഴുതി. പ്ലസ് അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് nc1 ആണ്. പക്ഷെ ഇവിടെ നമ്മൾ n+1 എടുക്കുന്ന കാരണം n+1 c1. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? x²-1ന്റെ അടുത്ത ഡെറിവേറ്റീവ് കാരണം ഇവിടെ ഒന്ന് കുറച്ചുകൊണ്ട് പോകണം. അതല്ലേ ചെയ്യാം. അപ്പൊ y n+2 എന്തായി? അടുത്തത് y n+1 ആയി. x²-1ന്റെ ഇനിയൊരു ഡെറിവേറ്റീവ് എടുക്കണം. അപ്പൊ എന്തായി? 2x ആയി. ഓക്കെ, പ്ലസ് അടുത്തത് എന്ത് വരും? അടുത്ത ടേം എന്താ വരിക? n+2 c2 വരും. n+1 c2 വരും. പിന്നെ ഇവിടെ ഡെറിവേറ്റീവ് y ഒന്ന് കുറയും. അപ്പൊ y n എന്നാവും. പിന്നെ 2 എന്നാവും. വെരി ഗുഡ്, 2 എന്നാവും. ഓക്കെ, ഇനി നമുക്ക് അപ്പൊ ഇനി അടുത്ത ടേം ഇല്ല, കാരണം 2യുടെ അടുത്ത ഡെറിവേറ്റീവ് എടുത്ത 0 എന്നാവും. അപ്പൊ ഇനി ടേംസ് ഇല്ല, ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പോ അടുത്ത ടേം മൈനസ്, ഇനി ഇതാണ് -2n(xy)ക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ -2n ഞാൻ ഔട്ട്സൈഡ് എടുത്തു, അത് കോൺസ്റ്റന്റ് ആണ്. ഇനി x(y)ക്കാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, x(y)ക്കാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് ഈ ഫോമിലെ ലെബനിസ് തിയറം അപ്ലൈ ചെയ്യേണ്ടത്. n+1th ഡെറിവേറ്റീവ് തന്നെ എടുക്കുന്നു. ഓക്കെ, അപ്പൊ നേരത്തെ ഇട്ട പോലെ നമ്മൾ y u ആയിട്ട് എടുക്കും, x നമ്മൾ v ആയിട്ട് എടുക്കും. സോ x(y)യുടെ n+1th ഡെറിവേറ്റീവ്, സോ ഇറ്റ് ഈസ് y n+1. ഓക്കെ, പ്ലസ് അടുത്തത് എന്താ? n+1 c1. സോ n+1 c1. ഇനി y-യുടെ ഒരു ഡെറിവേറ്റീവ് കുറയും, സോ ഇറ്റ് ബിക്കംസ് yn. x-ന്റെ ഡെറിവേറ്റീവ് 1. അടുത്ത ടേം 0 ആണ്. 1ന്റെ ഡെറിവേറ്റീവ് എടുത്ത 0. അപ്പൊ നമ്മളത് ഇനി ചെയ്യില്ല, ഇനി ടേംസ് ഇല്ല. ഈക്വൽ ടു 0. ഇക്വേഷൻ നമ്പർ 1 ആണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. നമ്മൾ പൊതുവെ എങ്ങനെയാ യു സെലക്ട് ചെയ്യാം? ആരുടെ ഡെറിവേറ്റീവ് ആണോ പെട്ടെന്ന് 0 ആവണേ അതാണ് നമ്മൾ വി ആയിട്ട് എടുക്കുക. ഓക്കെ, ആരുടെ ഡെറിവേറ്റീവ് ആണോ 0 ആയി പോണേ. അപ്പൊ ഇവിടെ നമുക്കറിയാം x²-1ന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 2x, സെക്കൻഡ് ഡെറിവേറ്റീവ് 2, തേർഡ് ഡെറിവേറ്റീവ് 0 ആയി പോകും. അപ്പൊ ഇതിനെ v ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അതേപോലെ 2n(xy)ല് എക്സിന്റെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ എക്സിനെ നമ്മൾ v ആയിട്ട് എടുക്കുന്നു. ക്ലിയർ ആയോ? ഈ ഇക്വേഷൻ എല്ലാവർക്കും കിട്ടിയോ? ക്ലിയർ ആണ് മിസ്. ഓക്കെ, ഇനി നമ്മുടെ ഇവിടെ സി എഴുതിക്കുന്നത് നമ്മുടെ എന്താണ്? NCR ആണ്. NCRന്റെ വാല്യൂ എന്താ? കോമ്പിനേഷൻ n factorial divided by n minus r factorial into r factorial. n minus r factorial. അത് നിങ്ങൾ ബ്രാക്കറ്റിൽ എഴുതിയാൽ മതി. ഓക്കെ, ഇവിടെ എഴുതണ്ട. അത് വെച്ചിട്ട് നിങ്ങൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. n+1 c1 എന്തായിരിക്കും? സോ n+1 അതിന്റെ വാല്യൂ എന്തായിരിക്കും? n+1 c1. റഫിൽ ചെയ്താൽ മതി. ഇവിടെ നമുക്ക് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, നിങ്ങൾ ബ്രാക്കറ്റിൽ എഴുതുക.
n plus 1 c1. So n plus 1 factorial n minus r factorial എന്ന് പറയുമ്പോൾ എന്ത് വരും? n factorial എന്ന് വരും. അപ്പൊ വേറെ നിങ്ങൾക്ക് റിലേഷൻ അറിയണ്ടാവും. n plus 1 factorial എന്ന് പറയുന്നത് n plus 1 into n factorial ആണ്. അപ്പൊ n factorial ക്യാൻസൽ ആവും. അപ്പൊ n plus 1 c1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് n plus 1. കിട്ടിയോ എല്ലാവർക്കും? കിട്ടി മിസ്. ഓക്കെ. അതേപോലെ അപ്പൊ n plus 1 c2 ഉണ്ട്, അതിനെ സിംപ്ലിഫൈ ചെയ്യാം. ഈ കോയിഫിഷ്യൻസിനെയൊക്കെ സിംപ്ലിഫൈ ചെയ്ത് n plus 1 c2 പിന്നീട് n plus 1 c1 സിംപ്ലിഫൈ ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പ് എഴുതിക്കോളൂ. സിംപ്ലിഫൈ ചെയ്യുക എല്ലാവരും. n plus 1 c1 കൊടുത്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ചെറിയ ടേംസ് ക്യാൻസൽ ആയി പോകും. ഞാൻ ലാസ്റ്റ് കിട്ടുന്ന സ്റ്റെപ്പ് ഇവിടെ എഴുതാം. സിംപ്ലിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞിട്ടാണ്. x square minus 1 y n plus 2 plus 2xy n plus 1 minus yn equal to 0. സിംപ്ലിഫിക്കേഷൻ കഴിഞ്ഞിട്ട് കുറച്ച് ടേംസ് ചിലത് ലൈക്ക് ടേംസ് ക്യാൻസൽ ആവുന്ന ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്യുക. അത് കഴിഞ്ഞ് ഇവിടേക്ക് എത്തുമോ നോക്കാം. കിട്ടിയോ? ആർക്കെങ്കിലും ഈ സ്റ്റെപ്പ് വരെ എത്തിയോ? n plus 1 c1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതേപോലെ n plus 1 c2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് n into n plus 1 by 2 എന്ന് കിട്ടും. ഇത് യൂസ് ചെയ്യുക അഗെയിൻ. n plus 1 factorial is n plus 1 into n factorial. അതേപോലെ അവിടെ ചെയ്യുമ്പോൾ കിട്ടും. അതേപോലെ NCRന്റെ ഫോർമുലയും കൊടുക്കുക. n factorial by r factorial into n minus r factorial. ഈ രണ്ട് സിംപ്ലിഫിക്കേഷനും യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ വരെ കിട്ടും. ആർക്കെങ്കിലും ഈ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയൂ കേട്ടോ. n plus 1 c2 അല്ലെങ്കിൽ n plus 1 c1 എന്തെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ.
കിട്ടിയില്ലേ? ആ ഓക്കെ. അപ്പൊ ബാക്കിയുള്ളവർ ഇവിടെ ശ്രദ്ധിക്കൂ. ഇനി നിങ്ങൾ പിന്നെ ചെയ്ത് നോക്കിയാൽ മതി. ഈ ഇക്വേഷൻ വരെ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് റൈറ്റ് പുട്ട് വൈയുടെ nth ഡെറിവേറ്റീവിനെ നമ്മൾ വി എന്ന് വിളിക്കുക. വൈയുടെ nth ഡെറിവേറ്റീവിനെ വി എന്ന് വിളിക്കുക. അപ്പൊ നമ്മുടെ ഈ ഇക്വേഷനിൽ എന്തായി മാറി? എക്സ് സ്ക്വയർ മൈനസ് 1 ഇൻടു ഇവിടെ എന്താവും? വൈയുടെ nth ഡെറിവേറ്റീവിനെ നമ്മൾ വി എന്ന് വിളിക്കണം. അപ്പൊ വൈയുടെ ഇതെന്താ n+2th ഡെറിവേറ്റീവ് അല്ലേ? ഇറ്റ് മീൻസ് ഇറ്റ് ഇസ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് വി അല്ല. അതിനെ എനിക്ക് എന്ത് എഴുതാം? ഡി സ്ക്വയർ വി ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് 2x വൈയുടെ nth ഡെറിവേറ്റീവ് ആണ് വി. ഇത് വൈയുടെ n+1th ഡെറിവേറ്റീവ് ആണ്. സോ ഇറ്റ് ഈസ് ഈക്വലന്റ് ടു റൈറ്റിംഗ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് വി മൈനസ് n into n+1 into v equal to 0. Clear ആയോ? ഓക്കെ. ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്താ? വിയിലുള്ള ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സോ ദിസ് ഇക്വേഷൻ ക്യാൻ ബി കൺസിഡർഡ് എസ് എ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വി ആണ്. അപ്പോ ഇത് ലെജൻഡറി ഇക്വേഷൻ പോലെയല്ലേ കിടക്കണേ? ലെജൻഡറി ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോമിലാണ് ഇത് കിടക്കുന്നത്. അപ്പൊ നമുക്കറിയാം ലെജൻഡറി ഇക്വേഷന്റെ സൊല്യൂഷൻസ് എല്ലാം എന്താണ്? ലെജൻഡറി ഇക്വേഷൻസിന്റെ സൊല്യൂഷൻസ് എന്താ? നമ്മൾ അതിനെ ലെജൻഡർ പോളിനോമിയൽസ് എന്ന് പറയും അല്ലെ? ലെജൻഡർ പോളിനോമിയൽസ് ആർ ഡിനോട്ടഡ് ബൈ Pn of x. ഓൾസോ വി ഇവിടെ ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ വിയും കൂടിയാണ്. അപ്പൊ Pn of x ഉം വിയും രണ്ട് സൊല്യൂഷൻസ് ആണ് ഓഫ് ദിസ് ഇക്വേഷൻ. Okay, so they must be, we can write that Pn of x is equal to some a into v, where a is a constant. രണ്ട് സൊല്യൂഷൻസ് ആണെങ്കിൽ they will be constant multiples of other. Pn of x ഉം ഒരു സൊല്യൂഷൻ ആണ്, v യും ഒരു സൊല്യൂഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ വരെ എഴുതിയില്ല. അതിന്റെ താഴെ നിങ്ങൾ എഴുതുക this is a second order differential equation in v. This is a second order differential equation in V which has a solution in V. Also, the above equation represent Legendre equation of order n. Also, the above equation represent Legendre equation of order n. Whose solution is Legendre polynomials. Whose solution is Legendre polynomials. Say Pn of x. So, Pn of x is equal to a into v. Pn ഉം ab യും രണ്ടും സൊല്യൂഷൻ ആണ്. Where a is a constant. v എന്തായിരുന്നു? വിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് Pn of x is equal to a into v എന്താ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്? വൈയുടെ എന്താണ്? വൈയുടെ nth ഡെറിവേറ്റീവ്. അപ്പൊ Pn of x is equal to വൈയുടെ nth ഡെറിവേറ്റീവ്. ഇനി നമ്മുടെ y എന്തായിരുന്നു? വൈയുടെ nth y എന്താ നമ്മള് തുടക്കം എഴുതിയ? ലെറ്റ് y equal to അപ്പൊ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെപ്രസെന്റ് nth ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ഹോൾ റേസ് ടു n. അപ്പൊ നമുക്ക് ഇത്ര വരെ കിട്ടി. Pn of x equal to a into nth derivative of x square minus 1 whole raised to n. Mark it as equation number 2. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താ? റോഡ്രിഗസ് ഫോർമുല. റോഡ്രിഗസ് ഫോർമുല എന്താ? Pn of x is equal to
1 by 2 raised to n n factorial nth derivative of x square minus 1 whole raised to n. അല്ലേ? അപ്പൊ ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? A equal to 1 by 2 raised to n factorial. അത് തന്നെ. അപ്പൊ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കിട്ടി. It remains is to show that a എന്ന് പറയുന്നത് എന്താണ്? 1 by 2 raised to n into n factorial. അപ്പൊ a എന്ന് പറഞ്ഞ കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ ഇക്വേഷൻ 2 കഴിഞ്ഞിട്ട് എഴുതുക. Now we have to find the value of a. Now we have to find the value of a. അപ്പൊ നമ്മള് ഇക്വേഷൻ 2ല് ഈ ടേം എടുക്കുകയാണ്. nth ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ഹോൾ റേസ് ടു n. എക്സ് സ്ക്വയർ മൈനസ് 1നെ ദിസ് ഇസ് ഓഫ് ദി ഫോം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ എനിക്ക് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് എഴുതാം. അപ്പൊ അത് എഴുതിക്കോളൂ. സോ ഇറ്റ് ഇസ് nth ഡെറിവേറ്റീവ് ഓഫ് x minus 1 whole raised to n into x plus 1 whole raised to n. x minus a into x plus b എന്നുള്ള ഫോമില് എഴുതി, x plus a ഫോമിൽ എഴുതി. ഓക്കെ, ഇനി അഗെയിൻ ഇവിടെ നമുക്ക് എന്താ, ദിസ് ഇസ് പ്രൊഡക്റ്റ് ഫോം ആണ്. പ്രൊഡക്റ്റിന്റെ nth ഡെറിവേറ്റീവ് അഗെയിൻ വി യൂസ് ദ ലെബനിറ്റ്സ് റൂൾ. ലെബനിറ്റ്സ് റൂൾ നമ്മൾ യൂസ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമ്മള് എക്സ് മൈനസ് 1 ഹോൾ റേസ് ടു n ആദ്യം എടുക്കുകയാണ്. എന്നിട്ട് എക്സ് പ്ലസ് 1 ഹോൾ റേസ് ടു n nth ഡെറിവേറ്റീവ് എടുക്കുക. സോ nth ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് 1 ഹോൾ റേസ് ടു n പ്ലസ് അടുത്ത ടേം എന്തായിരിക്കും? nth ഡെറിവേറ്റീവ് നമ്മൾ എടുക്കണേ. സോ ഇറ്റ് ഇസ് nc1. nc1 എടുത്ത് ഇനി എന്താണ് ഈ nth ഡെറിവേറ്റീവ് എഴുതിയെടുത്ത് n minus 1th ഡെറിവേറ്റീവ് ആവും. സോ n minus 1th ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് 1 ഹോൾ റേസ് ടു n. ഇവിടെ ഡെറിവേറ്റീവ് കുറഞ്ഞു. ഇനി ഇവിടെ ഒരു ഡെറിവേറ്റീവ് കാണണം. എക്സ് മൈനസ് 1 ഹോൾ റേസ് ടു ന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എഴുതും. സോ ഇറ്റ് ഈസ് n എക്സ് മൈനസ് 1 റേസ് ടു n മൈനസ് 1. പ്ലസ് ഇത് എങ്ങനെ പോവും? നമുക്ക് ലാസ്റ്റ് ടേം മതി. ഇനി ലാസ്റ്റ് ടേം എന്താ? നമ്മുടെ NCN ആണ്. NCN ഇസ് 1. പിന്നെ ഇവിടെ ഡെറിവേറ്റീവ് ഉണ്ടാവില്ല. സോ ദിസ് വിൽ ബി എക്സ് പ്ലസ് 1 ഹോൾ റേസ് ടു n. പിന്നെ എന്താ ഉണ്ടാവുക? ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ nth ഡെറിവേറ്റീവ് ഓഫ് എന്താ വരിക? ആദ്യം nth ഡെറിവേറ്റീവ് കാണണ്ടേ? X minus 1 whole raised to n. x minus 1 whole raised to n. ഇത്രയും ടേംസ് നമുക്ക് വരും. അപ്പോ x minus 1 whole raised to n ന്റെ nth ഡെറിവേറ്റീവ് എന്താ? നമുക്ക് അറിയേണ്ടതാണ്. ബ്രാക്കറ്റിൽ ചെയ്ത് നോക്കിയോളൂ. What is the nth derivative of x minus 1 whole raised to n? x minus 1 whole raised to n ന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താ? x minus 1 whole raised to n ഞാൻ y എന്ന് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് y ഡാഷ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് n into x. സെക്കൻഡ് ഡെറിവേറ്റീവ് y ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ n into n minus 1 into x minus 1 whole raised to n minus 2 etc. അങ്ങനെ nth ഡെറിവേറ്റീവ് എന്തായിരിക്കും? n into n minus 1 etc. n factorial. n factorial വരും. കറക്റ്റ്. So n into n minus 1 into n minus 2 etc. n minus of n minus 1 വരും. പിന്നെ x minus 1 raised to n minus n എന്നാവും. ഓക്കെ, അപ്പൊ നമുക്കത് അവിടെ 0 അത് 1 ആന്ന് കിട്ടും. x minus 1 raised to 0 is 1. ഇവിടെ 1 വരെ പ്രൊഡക്റ്റ് വരും. സോ ദിസ് ഇസ് നത്തിങ് ബട്ട് n factorial. നമ്മള് ഇത് ചെയ്യേണ്ട ഈ റിസൾട്ട് പൊതുവെ നമുക്കിത് കാണുമ്പോൾ അറിയേണ്ടതാണ്. ദിസ് ഇസ് n factorial.
കാരണം ഇതിന്റെ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ എന്താ n ഇൻറ്റു എക്സ് മൈനസ് വൺ റേസ് ടു n മൈനസ് വൺ, പിന്നെ കോൺസ്റ്റൻസ് ഒന്നും ഇല്ലല്ലോ മൾട്ടിപ്ലൈ ചെയ്യാൻ. അപ്പൊ ആദ്യം n വരും, പിന്നെ n മൈനസ് വൺ വരും, n മൈനസ് ടു വരും, അതുപോലെ 1 വരെ എത്തും. സോ ഇറ്റ് ഈസ് n ഫാക്ടോറിയൽ. അപ്പൊ അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഒരു സ്റ്റെപ്പും കൂടി എഴുതിക്കോളൂ. nth ഡെറിവേറ്റീവ് ഓഫ് എക്സ് മൈനസ് വൺ ഹോൾ റേസ് ടു n നെ നമ്മൾ n ഫാക്ടോറിയലിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമ്മള് nth ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൺ ഹോൾ റേസ് ടു n ആണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ 2 ഈ ടേം ആണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി നമ്മളത് ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ 2 ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂ ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. NC1 നമുക്ക് എന്താ എഴുതാം? NC1 n എന്ന് എഴുതാം. ഓക്കെ, എന്നിട്ട് ഈ വാല്യൂ ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ 2. സോ ഇക്വേഷൻ 2 നമ്മുടെ LHS ആണ് Pn of x ഈക്വൽ ടു a ഇൻറ്റു എന്ത് വരും? ഈ സീരീസ് എഴുതുക. ഇപ്പൊ നമുക്ക് കിട്ടിയത് എക്സ് മൈനസ് വൺ ഹോൾ റേസ് ടു n nth ഡെറിവേറ്റീവ് ഓഫ്, ഇതൊന്നും സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. എക്സ് പ്ലസ് വൺ ഹോൾ റേസ് ടു n പ്ലസ് n മൈനസ് വൺത്ത് ഡെറിവേറ്റീവ് ഓഫ് x plus 1 whole raised to n into x minus 1 raised to n minus 1 plus etc. Last term x plus 1 whole raised to n, nth derivative നമുക്ക് കിട്ടി n factorial. ഓക്കെ, ഇതുവരെ നമ്മൾ എഴുതി. ബ്രാക്കറ്റ് ക്ലോസ്. ഇക്വേഷൻ 2 നമ്മൾ അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നൗ പുട്ട് എക്സ് ഈക്വൽ ടു 1. ഇവിടെ മൊത്തം നമ്മൾ എക്സ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ LHS എന്തായി? നമ്മുടെ Pn ഓഫ് 1 ഈക്വൽ ടു a ഇൻറ്റു എക്സ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, ഇനിയുള്ള എല്ലാ ടേമും അങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടുത്തെ n മൈനസ് വൺത്ത് ടേം വരെയും എക്സ് മൈനസ് വൺ ഉണ്ടാവും. അതുകൊണ്ട് എക്സ് മൈനസ് വൺ ഉള്ള കാരണം എക്സിന് 1 കൊടുക്കുമ്പോൾ അതൊക്കെ ക്യാൻസൽ ചെയ്ത് 0 ആയി പോകും. അപ്പൊ നമുക്ക് നോൺ സീറോ ആയി ബാക്കി വരുന്നത് ലാസ്റ്റ് ടേം മാത്രമേ ഉള്ളൂ. ഈ ലാസ്റ്റ് ടേം മാത്രം റിമൈനിങ് ആയിരിക്കും. അവിടെ എക്സിന് 1 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 2 raised to n into n factorial എന്ന് കിട്ടും. Pn of 1 we know that നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൂവ് ചെയ്തു. എന്താണ് Pn of 1 is എന്താ? So this implies Pn of 1 value substitute ചെയ്താൽ a equal to 1 by 2 raised to n into n factorial. ഈ വാല്യൂ നമ്മൾ ഇപ്പൊ ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എയുടെ വാല്യൂ ഇക്വേഷൻ 2 കൊടുത്താൽ നമുക്ക് കിട്ടും Pn of x is equal to 1 by 2 raised to n into n factorial nth derivative of x square minus 1 whole raised to n. Proof of the Rodrigue's formula. കംപ്ലീറ്റ് നിങ്ങളുടെ ഇതിൽ കംപ്ലീറ്റ് ആയോ ഒന്ന് പറഞ്ഞോളൂ.
കഴിഞ്ഞ മിസ്. ഓക്കെ ഓക്കെ. അപ്പൊ റോഡ്രിഗസ് ഫോർമുലയുടെ പ്രൂഫ് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എല്ലാവരും അത് പഠിക്കുക. N+1 ലെബനിസ് തിയറം ആണ് മെയിൻ ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഡയറക്റ്റ് റിസൾട്ട് കിട്ടും. ഓക്കെ, പ്രൂഫ് ഈസ് ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് ഹെഡിങ് ഏതാ? പ്രോപ്പർട്ടീസ് ഓഫ് ലെജൻഡർ പോളിനോമിയൽ. ഇങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആണ് ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി. ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഓർത്തോഗണൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഓർത്തോഗണൽ എന്താ? ഡോട്ട് പ്രൊഡക്റ്റ് സീറോ ആയിരിക്കും. നമ്മുടെ ലെജൻഡർ പോളിനോമിയൽസിന്റെ ഒരു ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലെജൻഡർ പോളിനോമിയൽസ് എല്ലാം ഓർത്തോഗണൽ ടു ഈച്ച് അതർ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഡോട്ട് പ്രൊഡക്റ്റ് സീറോ എന്ന് പറയുമ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ദം 90 ഡിഗ്രി. നിങ്ങൾ ലീനിയർ ഓൾജിബ്രയിൽ പിന്നെ പഠിച്ചിട്ടുണ്ടാവും ഇന്നർ പ്രൊഡക്റ്റ് സീറോ ആണ് അല്ലെ? എന്ന് പറഞ്ഞാൽ ഇന്നർ പ്രൊഡക്റ്റ് ഇപ്പൊ എഴുതണ്ടാവുന്നു. ഓക്കെ, പി എം രണ്ട് ലെജൻഡർ പോളിനോമിയൽസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവരുടെ ഇന്നർ പ്രൊഡക്റ്റ് സീറോ ആയിരിക്കും. ഓക്കെ, ഇത് ഇന്നർ പ്രൊഡക്റ്റ് ആണല്ലോ ഡോട്ട് പ്രൊഡക്റ്റ്. നമ്മൾ എങ്ങനെയാ ഇത് പോളിനോമിയൽസ് ആണ്, സോ ദേ ആർ ഫങ്ഷൻസ്. ഫങ്ഷൻസിന്റെ ഇന്നർ പ്രൊഡക്റ്റ് എങ്ങനെയാ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്? So suppose we have a sequence of legendar polynomials ഉണ്ട് വിചാരിക്കുക. കുറെ legendar polynomials ഉണ്ട്. P0, P1, P2, etc. Pn, etc. Suppose we have they are the functions. The polynomials are defined on closed interval -1, 1 ആണ് വിചാരിക്കുക. Then they are orthogonal എന്ന് പറയുമ്പോൾ അവരുടെ ഇന്നർ പ്രൊഡക്റ്റ് സീറോ ആണ്. ഏത് PM, Pn എടുത്താലും the inner product is zero. And how the inner product is defined for polynomial functions? Polynomials എങ്ങനെയാ നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് നിങ്ങൾ കഴിഞ്ഞ സെമിസ്റ്റർ പഠിച്ചിട്ടുണ്ടാവും ലീനിയറിൽ. റിയൽ നമ്പേഴ്സിൽ എങ്ങനെയാ ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എങ്ങനെയാ നമ്മള് രണ്ട് എലമെന്റ്, ഇപ്പൊ R2 രണ്ട് എലമെന്റ് ആണ് 3, 4, -2, 3. ഇതിന്റെ ഇന്നർ പ്രൊഡക്റ്റ് എങ്ങനെയാ കാണുക? റിയൽ നമ്പറിലാണോ അപ്പൊ 3 × -2 പ്ലസ് 4 × 3. അപ്പൊ നമുക്ക് റിയൽ നമ്പേഴ്സിൽ അങ്ങനെയാണ് A1 B1 പ്ലസ് A2 B2 പ്ലസ് എക്സെട്ര AN BN. അങ്ങനെയാണ് റിയൽ നമ്പേഴ്സിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫങ്ഷൻ PM PN രണ്ട് ഫങ്ഷൻസ് ആണ് ഡിഫൈൻഡ് ഓൺ ദ ഇന്റർവൽ -1 to 1. അവിടെ അവരുടെ ഇന്നർ പ്രൊഡക്റ്റ് സീറോ ആണ്. അപ്പൊ അവരുടെ ഇന്നർ പ്രൊഡക്റ്റ് അവിടെ എങ്ങനെയാ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഫങ്ഷൻസിന്? നിങ്ങൾ കഴിഞ്ഞ സെമിസ്റ്ററിൽ ഇത് പഠിച്ചത്. സപ്പോസ് വി ഹാവ് FN GN രണ്ട് ഫങ്ഷൻസ് ആണെങ്കിൽ അവരുടെ ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാ? ഇന്റഗ്രൽ അല്ലേ? എങ്ങനെയാണ് ഇന്റഗ്രൽ FN of x GN of x dx. ഇങ്ങനെയാണ് ഫങ്ഷൻസിന്റെ ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഏതാണോ ഇന്റർവെൽ അവിടെ അതില് ഇന്റഗ്രൽ. ഓക്കെ, അപ്പൊ ഫങ്ഷൻസിന്റെ ഇന്നർ പ്രൊഡക്റ്റ് ഇങ്ങനെയാണ്. ഇപ്പൊ നമുക്ക് പോളിനോമിയൽസ് ആർ ഫങ്ഷൻസ്. അപ്പോ ഇവിടെ നമ്മുടെ ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി ആണ്. ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റഗ്രൽ -1 to 1 PM of x Pn of x dx is equal to, this is defined to be 0 if m not equal to
cannot be orthogonal to itself. അല്ലെ അതിന് അതിനോട് തന്നെ ഓർത്തോഗണൽ ആവാൻ പറ്റില്ലല്ലോ. So m ഉം n ഉം ഈക്വൽ അല്ലെങ്കിൽ they are orthogonal. So their inner product is 0. If m and n are equal, when they are equal, the inner product is defined to be 2 by 2n plus 1 എന്നാണ് അതിന്റെ വാല്യൂ കിട്ടുക. എന്നോ എമ്മോ എന്തും എടുക്കാം, കാരണം രണ്ടും ഈക്വൽ ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടിയുടെ മീനിങ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടീസ് ഓഫ് ലെജൻഡർ പോളിനോമിയൽസ് എഴുതിയിട്ട് ഓർത്തോഗണാലിറ്റി എന്ന് എഴുതുക. എന്നിട്ട് എഴുതിക്കോളൂ, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി of Legendre polynomial is their orthogonality. The most important property of Legendre polynomial is their orthogonality, which is defined as either the integral minus 1 to 1 Pm of x, Pn of x dx equal to 0 if m not equal to n, equal to 2 by 2n plus 1 if m is equal to n. The most important property of Legendre polynomial is their orthogonality, which is defined as ഈ ഫോർമുല എഴുതുക. എഴുതി കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞോളൂ. ഓക്കെ, അത് കഴിഞ്ഞ് താഴെ എഴുതുക. ഇറ്റ് മീൻസ് ദാറ്റ് പി നോട്ട് ഓഫ് എക്സ്, p1 of x, etc., pn of x, etc., is a sequence of orthogonal functions. On the interval minus 1, 1. It's a sequence of orthogonal functions on the interval minus 1, 1. Minus 1, 1 ആണ് നമ്മുടെ ഇന്റർവെൽ. ആ ഇന്റർവെല്ലിലുള്ള ഒരു സീക്വൻസ് ഓഫ് ഓർത്തോഗണൽ ഫങ്ഷൻസ് ആണത്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ പ്രൂഫ് നോക്കാം. പ്രൂഫും പിന്നെ കുറച്ച് പ്രോബ്ലംസും വരും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ.